സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസ്രായേൽ ജനതയുടെ ദാൻ ഗോത്രം കുടിയേറ്റത്തിന് പേരുകേട്ടവരാണ്. കടൽ കടന്നുപോലും അവർ പോയിട്ടുണ്ട്. വാഗ്ദത്ത ഭൂമിയിൽ നിന്നുള്ള ബഹിർഗമനങ്ങൾ, സ്ട്രേയിങ്, അതിൻ്റെ ഒരു ചലനോന്മുഖതയാണ് ഡാനിന്. മാത്രമല്ല, അവർ പോയ ദേശങ്ങളിലൊക്കെ സ്ഥലനാമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ദാൻ എന്നൊരു വാലും അവർ ചേർത്ത് വയ്ക്കാറുണ്ട്, ഒരു ട്രെയിൽ പോലെ. പിൽക്കാലത്ത് നഷ്ടഗോത്രങ്ങളുടെ നഷ്ടവഴികൾ, ദ വാനിഷിംഗ് ട്രെയിൽസ് കണ്ടെത്താൻ ഇത് ചരിത്രകാരന്മാരെ സഹായിച്ചിട്ടുണ്ടത്രേ. ഇന്ന് ദാൻ ഗോത്രജനായ സാംസന്റെ ജനനത്തെ സംബന്ധിക്കുന്ന മംഗളവാർത്ത നമ്മൾ കേൾക്കും. ന്യായാധിപന്മാർ 13:2 മുതൽ. അവൻ നാസീർ വ്രതക്കാരനായിരിക്കണം എന്നൊരു നിബന്ധന ഇവിടെ വിടരുന്നുണ്ട്. നാസീർ എന്ന വാക്കിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം, കോൺസെക്രേറ്റഡ്. ഇന്നലെ നമ്മൾ പരിചയിച്ച മുള, നെറ്റ്സർ എന്ന വാക്കുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് ഹെബ്രായ ഭാഷാ ശൈലിയിലെ വിദഗ്ധർ കരുതുന്നു. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓ പ്രമിതം ക്രിസ്തുവിനെ റാദിക്സ് യെസ്സെ എന്ന് വിളിക്കുന്നതാണ്. ജെസ്സയുടെ വേരിൽ നിന്നുള്ള മുള എന്നർത്ഥം. നമുക്ക് നവീനതകൾ ഇഷ്ടമാണ്. എല്ലാം പുതിയത് വേണമെന്നൊരാഗ്രഹം കലശലാണ്. അതുകൊണ്ട് തന്നെ പഴയതിനെ മറന്നുകൊണ്ട് പുതിയ തുടക്കങ്ങളാകണമെന്നൊരു ചിന്തയാണ് പലപ്പോഴും സ്റ്റാർട്ടപ്പ്. എന്നാൽ ചരിത്രത്തെയും ഭൂതകാലത്തെയും അവഗണിച്ചുകൊണ്ട് അടിമുടി ഒരു പുതിയ തുടക്കം ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ വേരുകൾ ചരിത്രത്തിലും സംസ്കാരത്തിലും മാനുഷികതയിലും ആഴ്ന്നിറങ്ങി തന്നെയാണ് നിലകൊള്ളുന്നത്. അതിൽ നിന്ന് പുതുമുള പൊട്ടാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. നിക്കോളോ മാക്കിവെല്ലി എന്ന രാഷ്ട്രമീമാംസകൻ നമുക്ക് പകർന്നു തരുന്നൊരു യാഥാർത്ഥ്യബോധമുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ പുതുമ എന്നത് ഒരു പുനരുദ്ധാരണമാണ്, പലപ്പോഴും റെസ്റ്റോറേഷൻ. ഓർമ്മയും ഉടമ്പടിയുമെല്ലാം രക്ഷാകരമായി ദീപ്തമായി നിലകൊള്ളുന്ന വീണ്ടെടുപ്പിൻ്റെ വഴികളാണവ. നാസീർ വ്രതക്കാരുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് തലമുടി വെട്ടാൻ അനുവാദമില്ലായിരുന്നുവെന്ന്. ഈ കേശഭാരം നൈസർഗികമായൊരു കിരീടത്തിൻ്റെ സൂചന പോലെയാണ്, മനുഷ്യനെ ദൈവം ചാർത്തുന്ന കിരീടം പോലെ. ദൈവം നമുക്ക് നൽകുന്ന വിലയും മഹത്വവും അതിൻ്റെ ഒരു രൂപകമാണിത്. ഇന്നത്തെ 3 വായനകളിലും ഇങ്ങനെ കേശഭാരം തിങ്ങി നിറയുന്നത് നമുക്ക് കാണാനാകും. ഒന്ന്, സാംസന്റെ വിഖ്യാതമായ കേശഭാരം. ദൈവം ഒരു മുള പോലെ ഉയർത്തി നീതിയുടെ വലിയ ഓക്കുമരങ്ങളായി മാറ്റുന്ന വളർച്ചയുടെ വഴികൾ ഈ കേശവൃദ്ധി, മുടി വളർച്ച അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കേവലം മുടി മുറിക്കുമ്പോഴല്ലല്ലോ സാംസൺ വീണത്. അതിനു മുൻപേ അവൻ എത്രയോ ഉടമ്പടി ലംഘിച്ചു. സങ്കീർത്തനം 71 ഇന്ന് ദൈവത്തോടൊപ്പം വളർന്നേറുന്ന ദാവീദിന്റെ ജീവിതഗതികൾ അറിയുന്നുണ്ട്. തൻ്റെ പുത്രനായ അബ്സലോമിൻ്റെ മാരകമുഷ്ടിയിൽ നിന്ന് പിടികൊടുക്കാതെ പാലായനം ചെയ്യുമ്പോൾ ദാവീദ് പാടുന്നൊരു ഗീതമാണിത്, ഹൃദയം തുറങ്ങി പാടുന്നത്. വിഖ്യാതമാണ് അബ്സലോമിൻ്റെ കേശഭാരവും. അവൻ്റെ ഈ മുടിക്കെട്ട് മുൾപടർപ്പിൽ കുരുങ്ങിക്കിടന്ന് ദാരുണമായി മരണത്തെ വരിച്ചതും നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ന് സുവിശേഷം ലൂക്ക 1:5 മുതൽ സ്നാപകന്റെ ജനനത്തിൻ്റെ മംഗളവാർത്ത നാം അറിയും. എടുത്തു പറയുന്നില്ലെങ്കിലും നാസീർ വ്രതത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും സ്നാപകനിൽ വിളങ്ങുന്നുണ്ട്. അവൻ പുരോഹിത വർഗത്തിൽപ്പെട്ടവനുമാണ്. മുഖ്യപുരോഹിതന്റെ സമൃദ്ധമായ മുടിയിഴകളിൽ നിന്ന് അതിനെ തഴുകിയൊഴുകുന്ന അഭിഷേക തൈലത്തിന്റെ മഹത്വമുണ്ടല്ലോ. സങ്കീർത്തനം 133. സമർപ്പിതമാണ് സ്നാപകന്റെ ജീവിതം, കോൺസെക്രേറ്റഡ്. എലിസബത്തും സഖറിയായും നീതിനിഷ്ഠയുള്ളവരായിരുന്നു എന്നും എടുത്ത് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഒരു ഉപരിനീതിയിലേക്ക് അവർ ഉയർന്നിട്ടുണ്ടോ എന്നത് സംശയാസ്പദമാണ്. കേവലം സാമ്പ്രദായിക രീതി മാത്രമായിരിക്കാം അവർക്ക്, റിച്വലിസ്റ്റിക്. ഇന്ന് അപമാനത്തിൽ നിന്ന് തന്നെ കാക്കുന്ന ദൈവിക നീതിയെ എലിസബത്ത് കാണുന്നുണ്ട്. ദൈവം തൻ്റെ അപമാനം നീക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 5 മാസം അവൾക്ക് ഇത് ധ്യാനിക്കേണ്ടതായി വരുന്നു. പഴകിത്തകർന്നവയിൽ നിന്ന് ദൈവം ഉയർത്തുന്ന ഈ നിത്യനവീനതയെ കണ്ട് അതിൽ വിസ്മയം കൊള്ളാൻ അവൾക്ക് എത്രയോ നാളുകൾ വേണ്ടി വരുന്നു.